ഇന്ന് മഴ നല്ലോണം കുറവുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പെയ്തിട്ടില്ല, ഇടയ്ക്കൊന്ന് ചാറിയിട്ടുണ്ടായിരുന്നു. ഇത് വൈകുന്നേരം ആയപ്പോൾ അച്ഛനും മക്കളും കൂടി മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടാ. ഞാൻ നമ്മുടെ പിന്നാമ്പുറത്തെ സ്റ്റെപ്പൊക്കെ വെള്ളം കയറിയിട്ട് ആകെ ഇങ്ങോട്ട് എച്ചിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, പച്ച പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 പ്രാവശ്യം വഴുക്കി വീഴാനൊക്കെ പോയി. അപ്പം ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് തേച്ച് ഉരച്ച് കഴുകാണ് കേട്ടോ. നല്ലോണം പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മളെ വീടിൻ്റെ മുൻവശത്തൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ടോ, വെള്ളത്തിലേക്കാണ് വീണത്. കുട്ടി ഉണ്ടായിരുന്നു കയ്യിൽ, ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഞാനിവിടെ ഒന്ന് സ്ലിപ്പായതാട്ടോ. അന്ന് ഇതുപോലെ ജിനേട്ടനാണ് ഇതൊക്കെ ഉരച്ച് കഴുകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലായിടത്തും ഞാനിത് നല്ലോണം ഉരച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം നമ്മുടെ താഴത്തെ സ്റ്റെപ്പുമൊന്നും ഇറങ്ങിയിട്ടേ ഉള്ളൂ, മൊത്തത്തിൽ അങ്ങോട്ട് പോയിട്ടില്ല. ഈ ഒരു മതിൽ കഴിഞ്ഞ വർഷം തോന്നുന്നു കെട്ടിയത്. ആ ഒരു മതിൽ ഉള്ളതുകൊണ്ടാട്ടോ നമുക്ക് അധികം വെള്ളം അങ്ങോട്ട് എടുക്കാതെ കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉള്ളത്. 2018 നമ്മുടെ വീടിൻ്റെ അകത്തേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ണനെ 3-ാം മാസം പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഒറ്റ പ്രാവശ്യം മാത്രമായിട്ട് അകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ അതുവരെ നിന്നിട്ട് അങ്ങനെ വെള്ളം താഴ്ന്ന് പോവാറാണ്. അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ജിനേട്ടൻ എന്നെ അങ്ങോട്ട് വിളിച്ചതാട്ടോ, കുട്ടീനെ എൻ്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ട്. എന്നാലേ ആൾക്ക് ചൂണ്ടിടാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ണിന് ഇതാ വലിയൊരു സിലോപ്പിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടീനെയും കൊണ്ട് അധികം നേരം ഈ മതിൽമ നിൽക്കുന്നത് സേഫ് അല്ല കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും വെള്ളമാണ്. അപ്പം ഞാനിതാ കുട്ടീനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ ഈ കാലിൻ്റെ മുട്ടിൻ്റെ അത്രയില്ല വെള്ളം കുറഞ്ഞതാണ്. അപ്പോൾ മഴയ്ക്ക് ഇനി പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു, പെയ്താൽ നമ്മൾ പിന്നെയും വെള്ളത്തിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.